ഈ കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ സൂചനകളാണോ കിട്ടുന്നത് ജസ്റ്റിസ് കമാൽ പാഷ? സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇതിപ്പോൾ SFI പ്രവർത്തകരായതുകൊണ്ട് മാത്രം തന്നെയാണ് ഒരു മുൻ MLA ആയിരുന്ന ആൾ CPMന്റെ സമുന്നത നേതാവുന്ന ആദ്യം മാധ്യമങ്ങളിൽ വന്നുള്ളൂ. പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് പുറത്തോട്ട് വന്നത്. അത് മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ പ്രതികളെ ഹാജരാക്കിയപ്പോൾ അവിടെ പോകാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം അവിടെ പോലീസുകാരൊക്കെ ഒന്ന് തടഞ്ഞു, അങ്ങനെ കയറിപ്പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പോലീസുകാരെ കൈയും തട്ടി മാറ്റിക്കൊണ്ട് കയറിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതി ഉദ്യോഗസ്ഥർ പറഞ്ഞു കയറാൻ പറ്റുന്നില്ല എന്ന്. വീണ്ടും അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. കയറി ചെന്നപ്പോൾ മജിസ്ട്രേറ്റ് അയാളെ ഇറക്കി വിട്ടതാണ്. അപ്പോൾ ഇത് പോയത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഇവർ പറയും അയാൾ ഇപ്പോൾ പറയുന്ന വേർഷൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതായത് രക്ഷാകർത്താക്കൾ വിളിച്ചിട്ടാണ്. ആര് രക്ഷാകർത്താക്കളാണ്? ഈ CPM പുറത്താക്കിയെന്ന് പറയുന്നത്, അതായത് SFI പുറത്താക്കിയെന്ന് പറയുന്ന കുട്ടികളുടെ രക്ഷാകർത്താക്കളെ വിളിച്ചപ്പോഴാണോ ഇയാൾ പോയത്? അതോ ഈ മരിച്ച പയ്യന്റെ രക്ഷാകർത്താക്കളെ വിളിച്ചപ്പോഴാണോ ഇയാൾ പോയത്? ഈ തലയിൽ ഈ മുറിവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരാളെ തലയിൽ അടിക്കുന്നത് കൊല്ലാൻ വേണ്ടിയല്ലേ, അല്ലാതെ ചെറുതായിട്ട് നോവിക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. തലയിലൊക്കെ അടിക്കുന്നത് ആ ഇഞ്ചുറിയൊക്കെ ഉള്ളപ്പോൾ ഇതിനകത്ത് 307 ഇപ്പോഴും പോലീസിനകത്ത് എന്താണ് 307 ഇടാത്തത്? ഈ കൊലയാളികളെന്ന് പറയുന്നവന്മാരെല്ലാം SFIക്കാരായതുകൊണ്ടാണ്, ഒരു സംശയമില്ല. ഇവര് ഈ ഓപ്പൺ വിചാരണ നടത്തിയുള്ള കൊലപാതകങ്ങൾ കണ്ട് പഠിച്ചവരാണ് ഇവർ. അതാ കാര്യം. കാരണം ഇവർ ജ്യേഷ്ഠന്മാർ, മൂത്ത ജ്യേഷ്ഠന്മാർ, അതായത് അവർ നമ്മൾ കണ്ടതല്ലേ, ഓപ്പണായിട്ട് വയലിൽ വെച്ച് ഒരു മനുഷ്യനെ പരസ്യ വിചാരണ നടത്തിയിട്ട് അവിടെ വെച്ച് കൊല്ലല്ലേ ആളുകൾ കൂടി നിന്നുകൊണ്ട് വിചാരണ. ഈ വിചാരണ ഇവന്മാർ നടപ്പാക്കിയതിൻ്റെ കാരണം ഇത് കണ്ടുകൊണ്ടാണ്. ഇത് കണ്ട് പഠിച്ചാൽ എങ്ങനെ ക്യാമ്പസിലുള്ളവർ നന്നാവും? ഇതിനൊന്നും മറുപടി പറയാനൊക്കെ ഇതില്ല. ഇതൊക്കെ മനുഷ്യനാണോ ഇയാളൊക്കെ? ഇയാൾക്കൊക്കെ മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെയാണോ പെരുമാറുന്നത്? അയാൾ പറയുന്നത് എന്തെങ്കിലും ബോധമുള്ള ഒരു കാര്യമാണോ? അതായത് അടി കൊണ്ട് കിടക്കുന്ന അവനെ ഉപദ്രവിച്ച് പൂട്ടിയിട്ടിട്ട് പോയേക്കാണ്. അവൻ പോയി ഇയാളടുത്ത് പറയണമെന്ന്, മനസ്സിലായില്ലേ? ആ മരിച്ചുപോയ കുഞ്ഞ് ഇയാളടുത്ത് വന്ന് പറയണം, പരാതിപ്പെടണം എന്ന് പറയുന്ന ഈ വിവരം കേട്ടവനെ എൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എങ്ങനെയാ വിനു ഇതിനൊക്കെ മറുപടി പറയുന്നത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കാണുന്നില്ലേ? ബഹുമാന്യനായ മന്ത്രി ചിഞ്ചുറാണി ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. അതായത് ഗവൺമെൻറ്റോട് ഒന്നും ആലോചിക്കാതെ VC സസ്പെൻഡ് ചെയ്തു കേട്ടോ. അത് ശരിയല്ല എന്നുള്ള രീതിയാണ്, ഒന്നും പറയുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഡീനെയും അതുപോലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, അസിസ്റ്റന്റ് വാർഡനെയൊക്കെ ഒന്ന് തൽക്കാലം സസ്പെൻഷനിൽ നിർത്താൻ തീരുമാനിച്ചെന്ന്. ഈ പറയുന്ന വർത്തമാനം കാഷ്വലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇതിനൊക്കെ എന്താ മറുപടി പറയുന്നത്? നമ്മൾ അതായത് ഗവർണർ സസ്പെൻഡ് ചെയ്തതിന് മുമ്പ് ഈ ഡീനെ ന്യായീകരിച്ചതാണ് ഈ മന്ത്രി ചിഞ്ചുറാണി. അയാൾ വളരെ മാന്യനാണ്, വിദ്യാർത്ഥികളോട് സ്നേഹമല്ല അമിതമായ സ്നേഹമാണ്. മരിച്ച കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചില്ല എന്നൊരു വീഴ്ച മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാണ്. ഇതാണ് ഇയാളുടെ സ്വഭാവമെങ്കിൽ ഇയാളെ എന്ത് വിളിക്കും? ചിഞ്ചുറാണി ഈ സംഭവം ഉണ്ടായപ്പോൾ ഗവർണർ VC സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ചിഞ്ചുറാണിക്ക് ഇയാളെ കൂടി ഒന്ന് സസ്പെൻഡ് ചെയ്ത് കൊള്ളാം എന്ന് തോന്നുന്നത്. അന്ന് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു നിങ്ങൾക്ക് എത്ര ഇറസ്പോൺസിബിൾ ആണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, നമ്മുടെ ഭരണാധികാരികൾ. അവർക്ക് രാഷ്ട്രീയ അന്ധത മാത്രമേ ഉള്ളൂ. നമ്മളോട് ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണുള്ളത്? ആ മന്ത്രിയുടെ വാക്കുകൾ ഇയാളെ ന്യായീകരിച്ചു. ഡീൻ അതിനകത്തൊന്നും അങ്ങനെ ചെയ്യുന്നൊരു മനുഷ്യനല്ല. നാരായണൻ എന്ന് പറയുന്ന ആള് അത്രയും കുട്ടികളെ കുറച്ച് സ്നേഹിക്കുന്ന ആളാണ്. എന്തെങ്കിലും വേണമെങ്കിൽ ആരോപണമുണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി നമുക്ക് എടുക്കുന്നതിന്, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടിയിലല്ല അവിടെ നടന്നത്. ഇയാളൊക്കെയാണ് മനുഷ്യസ്നേഹിയായ മഹാനെന്ന് മന്ത്രി തന്നെ പറയുന്നു. ഇവരെ സംരക്ഷിക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതേ ഉള്ളൂ.